നല്ലൊരു മഴ പെയ്ത് തോർന്നാൽ മദീന പട്ടണം എന്തൊരു സൗന്ദര്യമാണെന്നറിയോ. പ്രത്യേകിച്ചും അത് ഉസാമൽ ഹർബിയുടെ ക്യാമറ കണ്ണിൽ കൂടി കാണുകയാണെന്നെങ്കിൽ ഒരു രക്ഷയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് മദീനയിലേക്ക് എത്തിയ സ്ഥലമാണ് ഈ കാണുന്നത്. ആദ്യമായിട്ട് നിർമ്മിച്ച പള്ളിയാണ് ആ കാണുന്നത്. കാരക്ക തോട്ടങ്ങൾക്ക് നടുവിൽ ആ ഒരു പള്ളി ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഭംഗിയില്ലേ. 13 വർഷത്തെ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ കഴിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ഇറങ്ങിയ സ്ഥലമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മഴ പെയ്ത് തോർന്നപ്പം എന്താണ് ഈ സ്ഥലത്തിൻ്റെ ഒക്കെ ഒരു ഭംഗി. മാഷാ അല്ലാഹ്, ഒരു രക്ഷയില്ല. ആ മുമ്പിൽ കാണുന്ന വഴിയില്ലേ, ഇത് ഖുബാ പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഒരു സ്ട്രീറ്റാണ് ഖുബാ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് വന്ന് ഇറങ്ങുകയും അൻസാരികൾ സ്വീകരിക്കുകയും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മദീനയുടെ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്യാമറ പോകുന്ന അതേ ആംഗിളിലാണ് ചരിത്രം മദീനയിലേക്ക് വരുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു മലയാണ്. യഥാർത്ഥത്തിൽ ഉസാമൽ ഹർബിയുടെ ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് സ്വർഗ്ഗത്തിൽ നിന്നുള്ള മലയാണ്. അത്രയും ഭംഗിയിലാണ് ഉഹദ് മലയുടെ ഷെല്ലാൽ, അതായത് വെള്ളച്ചാട്ടങ്ങൾ അദ്ദേഹം ഒപ്പിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മലയാണ് ജബലു നുഹിബ്ബുനാ വനുഹിബ്ബു, ഈ മല നമ്മയും സ്നേഹിക്കുന്നു നമ്മൾ ഈ മലയും സ്നേഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉഹദ് മല മഴ പെയ്തതിന് ശേഷമുള്ള കാഴ്ചയാണ്. എന്തൊരു ഭംഗിയാണ് അല്ലേ. സ്വർഗ്ഗത്തിൽ നിന്നുള്ള മല എന്ന് വെറുതെ പറയുന്നതല്ല. അതുപോലെ തന്നെ മഴ പെയ്തതിന് ശേഷമുള്ള മദീനയുടെ മലയിടുക്കുകളും അതേപോലെ മദീനയിലെ താഴ്വാരങ്ങളൊക്കെ എത്ര മനോഹരമാണ് അല്ലേ. നല്ല പച്ചയിൽ ഇങ്ങനെ പൊതിച്ച് നിൽക്കുന്ന അതേപോലെ ഒട്ടകക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വാവ്. അപ്പോൾ ആർക്കെങ്കിലും മദീനയുടെ മനോഹരമായ വിഷ്വൽസ് കാണാൻ താല്പര്യമുള്ളവരാണ് ഉടൻ തന്നെ പോയിട്ട് ഉസാമ അൽ ഹർബിയുടെ പേജ് ഫോളോ ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല.